ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ്മോർട്ടം പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭയങ്കര തിരക്കാണ്, നിങ്ങളെന്നോട് ക്ഷമിക്കണം. വീഡിയോ ലേറ്റ് ആകുന്നു, എനിക്കറിയാം നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന്. അതുപോലെ തന്നെ ഇന്ന് പകലായാലും എനിക്ക് ആക്റ്റീവ് ആകാൻ പറ്റിയില്ല. കാരണം ഇന്ന് ഇവിടെ വ്യാഴാഴ്ച വീക്കെൻഡാണ്. ഓക്കെ, എല്ലാ മിനിസ്ട്രി ഓഫീസുകളെല്ലാം ഇതിൻ്റെ ലാസ്റ്റ് ഡേ വർക്കിംഗ് ഡേ ആണ്. അപ്പം പല പേപ്പർ വർക്കുകളും ചെയ്യണമെന്ന് ഇവിടെയൊക്കെ ഓടി നടന്നെങ്കിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും കാര്യങ്ങളെല്ലാം ഒരുവിധം ക്രമീകരിച്ചു. അപ്പോൾ അത് തന്നെ ഇന്നലെ മോളുടെ CBSE എക്സാമിൻ്റെ റിസൾട്ട് വന്നു. അതും ഭാഗ്യം, ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ വന്നു. അതുകൊണ്ട് ഇന്ന് അവരുടെ സ്കൂളിൽ പോയി TCയും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റി. അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര ഓട്ടമായിരുന്നു. ഇനിയിപ്പം നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ കുവൈറ്റിൻ്റെ മണ്ണിൽ. അതിനുശേഷം തിരിച്ച് മറ്റേന്നാൾ ഇവിടുന്ന് ഇനി സൗദി വഴി നമുക്ക് നാട്ടിലെത്താനുള്ള വിസയും സൗദിയിൽ നിന്ന് കിട്ടി. അപ്പോൾ എല്ലാം ഇതിൻ്റെ പുറകെ ഓട്ടമായിരുന്നു. അതുകൊണ്ടാണ് അത്രയും അങ്ങോട്ട് ആക്റ്റീവ് ആയി. നിങ്ങളൊരു ക്ഷമിക്കണം. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളോട് നമ്മൾ എന്താണോ നമ്മൾ ഇന്നലെ വീഡിയോയിൽ സംസാരിച്ചത് ഇല്ലേ, അതേ കാര്യം തന്നെ മാർക്കറ്റിൽ ഇന്ന് നടന്നു ഇല്ലേ, ശരിയല്ലേ? നമ്മളൊരു ബോക്സ് വരച്ചിരുന്നു. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തോട്ടെ. നമ്മളൊരു ബോക്സ് വരച്ചിരുന്നു. ആ ബോക്സ് അതുപോലെ തന്നെ വർക്ക് ചെയ്തു മാർക്കറ്റ്. പക്ഷേ ഇന്ന് രാവിലെ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുത്തവർക്ക് ഒരു പക്ഷെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ച് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എൻ്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് നമുക്ക് എന്താണ് നോക്കേണ്ടത്. മാർക്കറ്റ് ഇതിന് മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24,340 എന്ന് പറയുന്ന ഒരു സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് എടുത്ത് റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ നോക്കണം എന്ന് പറഞ്ഞു അല്ലേ. ഒരു പക്ഷേ ഇവിടെ എത്തിയപ്പം സ്പോട്ടിൽ ട്രേഡ് എടുത്തവർക്ക് ഒരു പക്ഷേ പ്രോഫിറ്റ് ന്യായമായിട്ടുള്ള കിട്ടി കാണും. അല്ല, ഈ ഒരു ക്യാൻഡിൽ മാത്രം കണ്ട് ട്രേഡ് എടുത്തവർക്ക് ഒരു പക്ഷേ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യതയാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാഭാവികമായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ നടക്കുന്ന സാഹചര്യങ്ങളിൽ മാർക്കറ്റ് ആ വഴിക്ക് പോകാനുള്ള സാധ്യത നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ ആ ഒരു ചിന്ത വെച്ചിട്ടായിരിക്കണം നിങ്ങൾ എടുത്തത്. അങ്ങനെ നിങ്ങളെ സ്റ്റോപ്പ് ലോസ് അടിച്ചു കാണും. ഞാൻ എപ്പോഴും നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കുറ്റം പറയുകയല്ല, എപ്പോഴും നിങ്ങളോട് കാര്യം. എൻ്റെ പ്രൈസ് ആക്ഷൻ സീരീസൊക്കെ കണ്ടവർക്കാണെങ്കിൽ അറിയാം. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, നമ്മളൊരു ട്രേഡിന് എൻട്രി എടുക്കുമ്പം നമ്മൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. നമുക്കിപ്പോൾ നമ്മുടെ ഒരു റേഞ്ചിനകത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തെങ്കിൽ ഒന്നുകിൽ സപ്പോർട്ടിൽ വരുമ്പോൾ, അല്ലെങ്കിൽ റെസൻസിൽ വരുമ്പോൾ, ഇല്ലെങ്കിൽ ഓപ്പണിംഗ് റേഞ്ചിൽ വരുമ്പോൾ ഇല്ലേ. നമ്മൾ ഈ 3 കാര്യങ്ങളാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കാറുള്ളത്. അപ്പോൾ ആ ഏരിയയിൽ വരുമ്പോഴാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചൊരു ട്രേഡിന് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ സപ്പോർട്ടിൽ ക്ലിക്ക് ഇവിടെ വന്നപ്പം സ്പോട്ടിൽ എടുത്തോ എനിക്കറിയത്തില്ല, ഞാനിത് ശ്രദ്ധിച്ചില്ല. സ്പോട്ടിൽ എടുത്തോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇവിടുന്ന് ആരെങ്കിലും ഈ പോയിന്റിൽ എത്തിയപ്പോൾ സ്കാൽപ്പ് ചെയ്യാനോ അല്ല പെട്ടെന്ന് ചാടി എടുത്തവർക്കോ ഒരു പക്ഷെങ്കിൽ നമുക്ക് ഇവിടുന്ന് നിങ്ങൾക്കൊരു 10, 40, 30 പോയിൻറ്റ് 20 പോയിൻറ്റ് കിട്ടി ഇറങ്ങാൻ പറ്റി കാണും. പക്ഷേങ്കിൽ ഒരിക്കലും ഒരു ബിഗിനർ ഫസ്റ്റ് ക്യാൻഡിലോ സെക്കൻഡ് ക്യാൻഡിലോ ട്രേഡ് എടുക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല, പറഞ്ഞിട്ടുമില്ല. 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ശരിയല്ലേ? ഓർമ്മയുണ്ടോ? പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. പുതുതായിട്ട് വന്നവർക്ക് എനിക്കറിയത്തില്ല. 15 മിനിറ്റെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് മാർക്കറ്റിൽ വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ ട്രേഡ് എടുക്കാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. പല വീഡിയോകളിൽ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിവേ എന്തായാലും നമ്മൾ മാർക്കറ്റ് തിരിച്ചു വന്നു. കൃത്യമായിട്ട് എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ആ റേഞ്ചിൽ തന്നെ വന്ന് കുറേ ഒന്ന് അടിക്കളിച്ചതിന് ശേഷം മാർക്കറ്റ് അവിടെ നിന്ന് നേരെ താഴോട്ട് പോയിരുന്നു അല്ലേ. താഴോട്ട് പോരുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി ഇത് പൊട്ടിയാൽ 24,340 പൊട്ടിയാൽ ഈ ബോക്സിൻ്റെ മോളാണ്. ഈ ബോക്സിനകത്ത് മാർക്കറ്റ് കയറിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മാർക്കറ്റ് പെടാനുള്ള സാധ്യത കൂടുതലാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് അല്ലേ. അതുപോലെ തന്നെ സംഭവിച്ചു. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. മാർക്കറ്റ് ഇവിടെ കുറേ നേരം ഓടിക്കളിച്ച് മാക്സിമം ഉരുക്കി തീർത്തതിന് ശേഷമാണ് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഡൗൺ നൽകിയത്. ബ്രേക്ക് ഡൗൺ നൽകിയതിന് ശേഷം വീണ്ടും ഈ ബോക്സും പൊട്ടി താഴെ പോകാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അവിടുന്ന് മാർക്കറ്റ് റിക്കവർ ചെയ്തു. ബോക്സിനകത്ത് തന്നെ ഇന്ന് മാർക്കറ്റ് അവസാനിച്ചു. അപ്പം മാർക്കറ്റ് ഇന്ന് സത്യം പറയാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമേ ഇങ്ങനെ ഒരു നെഗറ്റീവ് സംഭവം ഉണ്ടായുള്ളൂ. അത് ഞാനിപ്പം ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ എക്സ്പയറി ദമാക്കാണ് സെൻസെക്സിൻ്റെ. എക്സ്പയറി കണ്ട ഒരു വോളറ്റാലിറ്റി മാത്രമാണ്, അല്ലാതെ ഗ്ലോബലി വലിയ നെഗറ്റീവ്സ് ഒന്നും മാർക്കറ്റിൽ ഇല്ലായിരുന്നു. അപ്പം ഇന്ന് നിക്കൈയൊക്കെ ജപ്പാൻ മാർക്കറ്റൊക്കെ നോക്കുകയാണെങ്കിൽ പറന്നു പോകുമായിരുന്നു ഇല്ലേ. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം പോസിറ്റീവിലായിരുന്നു. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ നെഗറ്റീവായിട്ട് പ്രതികരിച്ചത്. അത് ലോക്കൽ ക്യൂ കൊണ്ട് അല്ലെങ്കിൽ സെൻസെക്സിൻ്റെ എക്സ്പയറി കൊണ്ട് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇന്ന് FIS നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS ഇന്ന് ബൈ സൈഡിലുമായിരുന്നു ഇല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ന്യൂസുകളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂസുകളിൽ ഇന്ന് ധാരാളം ഇപ്പം ജസ്റ്റ് ന്യൂസ് വന്നത് ഇസ്രായേലും ലെബനനും തമ്മിൽ ഉള്ള സീസ് ഫെയർ നിലവിൽ വന്നു. ഇപ്പോൾ ട്രംപിൻ്റെ ഇപ്പം ജസ്റ്റ് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, സീസ് ഫെയർ നിലവിൽ വന്നു എന്നുള്ളത്.
അപ്പം പക്ഷേ അത് മാർക്കറ്റിനെ വലുതായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും കാണാനുള്ള സാധ്യതയില്ല. അത് വന്നിട്ടും ഇപ്പോൾ US മാർക്കറ്റ് ജസ്റ്റ് ഒരു ഗ്രീനിഷ് മാത്രമേ ഉള്ളൂ, വലിയ പോസിറ്റീവ്നെസ് ഒന്നും കാണുന്നില്ല. പക്ഷേങ്കിൽ മാർക്കറ്റ് ഇനി അങ്ങനെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മാർക്കറ്റ് ഇനിയും ഈ ഒരു രീതിയിൽ മാർക്കറ്റ് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് വലിയൊരു വീഴ്ചയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ്. ഇനിയും കിട്ടുന്ന ഡിപ്പ് നിങ്ങൾക്കൊരു ലോങ് സൈഡിലേക്ക് പിന്നെ ഒരു സൈഡിലേക്ക് നിങ്ങൾക്ക് ട്രേഡിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പം ഇനി ഫർദറായിട്ട് മാർക്കറ്റ് അങ്ങനെ അങ്ങ് താഴെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ 24,000 എന്നുള്ള ഒരു റേഞ്ച് ആയിരിക്കണം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. 24,000 വിട്ട് താഴെ പോയെങ്കിൽ മാത്രമേ നമുക്കൊരു ഒരു പേടിയുടെ ഒരാവശ്യം, 24,000 താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്യണം. താഴെ ക്ലോസിങ് ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ചെറിയൊരു ഭീതിക്കുള്ള ഒരു ചാൻസ് ഉള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഏത് നിമിഷവും ഒരു അനുകൂല സാധ്യത. കാരണം എല്ലാവരും മടുത്തു അല്ലേ, എല്ലാ ലോകരാജ്യങ്ങളായാലും എല്ലാവരും, ട്രംപും സത്യം പറഞ്ഞാൽ ഇത് മടുത്തു. എങ്ങനെയെങ്കിലും ഒരു കരയ്ക്ക് അടുപ്പിക്കണം എന്നുള്ളൊരാഗ്രഹമാണ് ട്രംപിനും. അപ്പം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇറാനും അതിനോട് ഒരു അനുകൂല മനോഭാവം കാണിക്കുന്നതായിട്ട് നമുക്ക് അവരുടെ പ്രവർത്തികളിൽ നിന്ന് മനസ്സിലാവും. അപ്പം എവിടെയെങ്കിലും കൊണ്ട് ഇതിനെ കെട്ടണം എന്നുള്ളൊരാഗ്രഹം ഉള്ളത് കൊണ്ടും ഏത് നിമിഷവും ഒരു സെറ്റിൽമെൻറ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മാർക്കറ്റ് തിരിച്ചും നമ്മുടെ ഓൾ ടൈം ഹൈയിലേക്ക് പോകാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വേറെ കൂടുതലൊന്നും പറയാനില്ല. ഇപ്പം ഈ വീഡിയോ ചെയ്തിട്ട് വീണ്ടും എനിക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. നമുക്ക് നാട്ടിൽ വന്നതിന് ശേഷം വളരെ ഊർജ്ജമായിട്ട് നമുക്ക് കാര്യങ്ങളെ ചെയ്യാം. അതുവരെ നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കുക. ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷൻ കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ മാർക്കറ്റിൽ നമുക്ക് ഓപ്പൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കൂടിന് പുറത്ത് ചാടുന്നുള്ളത് നോക്കുക. കൂടിന് പുറത്ത് എങ്ങോട്ട് ചാടുന്നോ ആ വഴിക്കായിരിക്കും മാർക്കറ്റ് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പം നമുക്കൊരു സപ്പോർട്ടായിട്ട് ഇവിടെ ടെമ്പററി സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ളത് ഈ ഒരു ലോയാണ്. അപ്പോൾ നാളെ മാർക്കറ്റ് താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ കൂടും പൊട്ടിച്ച് ഇതും പൊട്ടുവാണെങ്കിൽ മാത്രം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരും. 24,000 നമുക്കൊരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ 24,000 പൊട്ടുന്നുണ്ടോ അവിടെ തിരിച്ച് കയറുന്നുണ്ടോയെന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ കൂട് പൊട്ടി തിരിച്ച് കയറിയാലും ഈ 24,340 ആയിരിക്കും നമ്മുടെ റെസിസ്റ്റൻസ്. ഓക്കെ, ആ റെസിസ്റ്റൻസിന് അവിടെ എന്ത് സംഭവിക്കും നോക്കുക. അവിടെ പൊട്ടി തിരിച്ച് മേലോട്ട് കയറി പോവോ താഴോട്ട് ഇറങ്ങി വരുമെന്ന് വെച്ചു. ഈ ഒറ്റ കാര്യം മാത്രം നമ്മൾ നാളെ ചിന്തിച്ചാൽ മതി. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറിയിൽ പെട്ടുപോയ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിവേ മാന്യമായി ന്യായം പാലിച്ചവർക്കൊക്കെ നിലനിന്ന് പോകാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എനിവേ ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നില്ല. കാരണം ഞാൻ അത്രയ്ക്ക് തിരക്കിലായതുകൊണ്ടാണ് കൂടുതൽ ഞാൻ സംസാരിക്കാത്തത്. അപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ പല പോസിറ്റീവ് ന്യൂസുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്കൊരു നെഗറ്റീവ് ന്യൂസായിട്ട് നിൽക്കുന്നത് പിന്നെ റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങിക്കുന്നത് ആ ഒരു എക്സംഷൻ നമുക്ക് തന്നായിരുന്നു. അത് നീട്ടത്തില്ല എന്ന് ട്രംപിൻ അഡ്മിനിസ്ട്രേഷൻ ഓൾറെഡി പറഞ്ഞു. പക്ഷേ അത് വലിയ നെഗറ്റീവ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ് അല്ലേ. അത് ടെമ്പററി ആണെന്ന് അന്ന് മാർക്കറ്റിന് അറിയാമായിരുന്നു. കാരണം കുറച്ച് നാളത്തേക്ക് മാത്രമേ യുദ്ധം തീരുന്നിടം വരെ മാത്രമേ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കാനുള്ള അനുവാദം ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അത് മാർക്കറ്റ് ഓൾറെഡി അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. അപ്പോൾ വീണ്ടും ആ ഒരു സാങ്ഷൻ വീണ്ടും തിരിച്ചു വരുമ്പം അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മളത് അങ്ങനെ മനസ്സിലാക്കുക. വേറെ പ്രത്യേകിച്ച് തൽക്കാലം ഇപ്പോൾ ഒന്നും പറയാനില്ല. നമുക്കിപ്പോൾ നിലവിൽ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് നോട്ടാണ് നിലവിൽ ഓടുന്നത്. അങ്ങനെ ഈ ഒരു പോസിറ്റീവ് മൊമെൻ്റ് നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ഒരു പക്ഷേ ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത നമുക്കുണ്ട്. ഇപ്പം ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ മാർക്കറ്റ് നമ്മുടെ ക്ലോസിങ് ചെയ്തതിനേക്കാളും മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ ഹൈയിലോട്ട് മാർക്കറ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും നമുക്ക് നാളെ ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത നമ്മൾ കാണുന്നു. ഇൻഷാ അള്ളാ നമുക്ക് നോക്കാം നാളെ എന്താ സംഭവിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഈ ഒരു അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാൻ വീണ്ടും നിങ്ങളോട് ക്ഷമാപണം ചോദിക്കുകയാണ്. എല്ലാവരും എൻ്റെ അവസ്ഥ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി വീക്കിലി അനലിസിസ് പോലും എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വീക്കിലി അനലിസിസ് ചെയ്യേണ്ട സമയത്ത് ഞാൻ ഒരു പക്ഷേ ദമാം എയർപോർട്ടിൽ വല്ലതും ആയിരിക്കും. അവിടെയൊക്കെ നെറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എനിവേ എന്തായാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങളോട് സത്യസന്ധത പുലർത്താൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ കഴിവിൻ്റെ പരിധി നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.